ഇവിടെ ആരാണ് പ്രധാന ആള്? ഇവിടുത്തെ പ്രധാന ആളാരാണ്? ആക്ച്വലി എന്താ നിങ്ങളുടെ വിഷയം? വിഷയമൊക്കെ ഞങ്ങൾ പ്രധാനപ്പെട്ടവരോട് പറയാ. ആരാണെന്ന് പറ. അത് നിങ്ങളാ മുണ്ടിന്റെ മടക്കുത്തി അയച്ചോടി. ഇത് ഗവൺമെന്റ് സ്ഥാപനല്ലേ? എന്തിനാ മുണ്ടിന്റെ മടക്കി കുത്തി അയച്ചിരുന്നത്? വീണ്ടും കുത്തണം. ഇത് ചങ്കല്ല. ഇത് ഗവൺമെന്റ് ഓഫീസാണ്. ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തന്നിരുത്തിയേക്കണം. അപ്പൊ നിങ്ങളാണ് ഞങ്ങളെ ബഹുമാനിക്കേണ്ടത്. നിങ്ങളെ ഞങ്ങൾക്ക് ശമ്പളം തരുന്നേ? അതെങ്ങനെ? ഞങ്ങളുടെ നികുതി പണമല്ലേ നിങ്ങൾക്ക് മാസം മാസം കിട്ടണത്. നികുതി പണം ഞാൻ വിചാരിച്ച സർക്കാരിന്റെ മോനെ ഇത് അണ്ണാക്കിലിട്ട് കുത്തുകൊള്ളണ്ട. ഇവിടുത്തെ ആരാണ് പ്രധാന ഓഫീസർ എന്ന് പറ. കുറച്ച് മര്യാദയായിട്ട് സംസാരിക്കണം കേട്ടോ. ഇത് ഇത്രയും മര്യാദ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്ന ആളാരാന്ന് പറയും. നിങ്ങൾ മാഡത്തിനോട് ചോദിക്കേ. അതല്ലേ ചോദിക്കണത്. അപ്പൊ നിങ്ങക്ക് പറഞ്ഞൂടെ? എന്താ ചോദിക്കണ്ട്? അല്ല എന്താ പറയണ്ട്? നമുക്ക് രാഘവേട്ടന്റെ ഒരു പ്രശ്നമുണ്ട്. എന്റെ വാർഡിലുള്ളതാണ്. അപ്പൊ അത് സംസാരിച്ച് ആരാണ് തീരുമാനം ഉണ്ടാക്കണ അത് പറയും. അതാണെങ്കിൽ ഇവിടെ ചോദിച്ചാ മതി. അയാളാണ്. ഒരു ഇതൊക്കെ ലോക്കൽസ് ആണ്. ചെല്ലി കിട്ടിക്കോളൂ. അതെ, സാറല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള്? അതെ, നിങ്ങൾക്ക് ഇവിടത്തെ പ്രധാന ഓഫീസറല്ലേ കാണേണ്ടത്? അതെ അല്ലേ? അതെ. അത് ഞാനല്ല. അപ്പൊ ഇവര് പറഞ്ഞ് സാറാണ്. അവര് പലതും പറയും. കൃഷി ഓഫീസർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് പോയി കാണും. അപ്പൊ സാറല്ല ഇവിടുത്തെ മെയിനാള്? അകത്ത് സാറുള്ളപ്പോ ഞാനല്ല സാറ്. ആ സാറാണ് സാറ്. ആ സാറ് ഇല്ലാത്തപ്പോഴാണ് ഞാൻ സാറ്. ഇപ്പൊ മനസ്സിലായോ സാറേ? അച്ഛല്ലാത്തപ്പോ അമ്മ. അല്ല കുഞ്ഞമ്മ. എന്താ? അതെ, ഇത് രാഘവേട്ടൻ നമ്മുടെ പ്രധാന ഒരു കർഷകനാണ് നമ്മുടെ നാട്ടിലാണ്. അപ്പൊ ഒരു കർഷകർക്കുള്ള ഒരു 2000 രൂപ ധനസഹായം ലഭിച്ചിരുന്നു രാഘവേട്ടന്. അപ്പൊ ഇപ്പൊ കുറെ നാളായിട്ട് അത് കിട്ടണില്ല. അപ്പൊ നമുക്കതൊന്ന് കൊടുക്കണോ? ഞാൻ ബാങ്കിൽ പോയപ്പോ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ബാങ്കിൽ പോയപ്പോ പറയുന്നത് അത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എപ്പം മേടിച്ചോണ്ട, ഞാൻ ഇവിടുത്തെ നല്ല കർഷകനാണ്. അതിപ്പോ നിർത്തിന്നാ പറയുന്നത്. പേരെന്താന്ന് പറഞ്ഞേ? രാഘവൻ ചിറ്റെഴുത്ത്. അതെ. തൂമ്പ എടുത്തില്ലേ അപ്പൊ കൈവറക്കും സാറ്. കിളക്കാഞ്ഞിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് കൂടെ പോയി കിളക്കാൻ. അതെ, രാഘവൻ ചിറ്റെഴുത്ത്. രാഘവൻ. അയ്യോ, അത് ഞാൻ കട്ട് ചെയ്തല്ലോ. അത് കട്ട് ചെയ്തു നമ്മള്. എന്തിന്? അതൊരു കംപ്ലൈന്റ് കിട്ടി ഇവിടെ. എന്ത് കംപ്ലൈന്റ്? നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട്? അർഹതപ്പെട്ടിട്ടല്ലേ സർക്കാർ രാഘവേട്ടന് കൊടുക്കണം. പിന്നെ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അത് വേറെ പ്രശ്നമുണ്ട് അതിനകത്ത്. എത്രയുണ്ട് സ്ഥലം? എത്രയുണ്ട് പറയും? 3 ഏക്കർ മേലുണ്ട്. വീട്ടിലാർക്കെങ്കിലും സർക്കാർ ജോലി ഉണ്ടോ? ഒരു മോന് സർക്കാർ ജോലി ഉണ്ട്. ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു മോനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് വന്നു ഇവിടെ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അതല്ല, അവര് പഠിച്ചിരുന്നോടിയല്ലേ. ഞാൻ കൃഷിക്കാരനല്ലേ. അല്ല ചേട്ടാ, 2.5 ഏക്കർ കൂടുതലുള്ള ആളുകൾക്ക് ഇത് കിട്ടില്ല. എന്തേ? അതിൽ കുറഞ്ഞ കർഷകർക്കാണ് ഇത് കൊടുക്കുന്നത്, ഈ ആനുകൂല്യം കൊടുക്കുന്നതേ. അപ്പൊ ഞാൻ കൃഷി ചെയ്യുന്ന മോശം? നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടാവും, ശരി തന്നെ. അതെ, സാറൊന്ന് കണ്ണടച്ചാൽ അത് കിട്ടൂലേ? അയ്യോ, കണ്ണടയ്ക്കാൻ പറ്റില്ല. അല്ല, കർഷകനാണ്. ആ വക പരിപാടികൾ ഒന്നും നടക്കില്ല. പാവപ്പെട്ട കർഷകർക്കുള്ളതാണ്. അവര് 2000 രൂപ അവര് വാങ്ങിച്ചോണ്ട് പോക്കോട്ടെ. ഇങ്ങർക്ക് അത് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, നമ്മളൊക്കെ ഒന്ന് പറയണ സ്ഥിതിക്ക് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഞാൻ കർഷകനല്ലേ. രാഘവേട്ടാ, വർത്താനം പറയണ്ട. അത് കിട്ടൂല. അർഹതയില്ല. സാറ് പറഞ്ഞിട്ടില്ലേ? നീ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നീ കിട്ടൂല നീ പറയുന്നിപ്പോ? കിട്ടൂല എന്ന് പറഞ്ഞ രാഘവേട്ടൻ പറഞ്ഞപ്പോ അത് മര്യാദയായിട്ട് എനിക്ക് തോന്നി. സാറ് നിയമം പറയുമ്പോ നമ്മളത് മനസ്സിലാക്കില്ല. ഞാൻ ഇവിടുന്ന് എഴുതി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എത്ര വാങ്ങിച്ചു? ഞാൻ കുറേ ആയി വാങ്ങിക്കുന്നു. കുറെ ആയിട്ട് വാങ്ങിക്കുന്നില്ലേ? അത്രയും വാങ്ങിച്ച അത്രയും നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. അത് വരും. അതെ, തിരിച്ചടക്കേണ്ടി വരും. പെട്ടെന്ന് അടക്കണം. അത് നീ എന്ത് വർത്താനായി പറയുന്നത്? എന്നോട് ഇത് മേടിച്ചേരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചടക്കണം എന്നാ നീ പറയുന്നത്? എന്റെ രാഘവേട്ടൻ 2-3 ഏക്കർ സ്ഥലമുണ്ട്, മക്കൾക്ക് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇത് മേടിച്ച് തിന്നാൻ കൊള്ളാം. എന്നെ ഇവിടെ കൊണ്ട് പൈസ അടുപ്പിക്കാനാ നീ ഇപ്പൊ കൂട്ടിക്കൊണ്ടു? നിങ്ങളത് മേടിച്ച് തിന്നണം. ഇത് പാവപ്പെട്ട ആളുകൾക്കുള്ള പൈസ അല്ലേ? നീ എനക്ക് മേടിച്ചേരാനല്ലേ പറഞ്ഞു? സാറേ, ഇതുപോലത്തെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടണം. വെട്ടണം. കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും വിവരമുണ്ട് ഞാൻ തരാം. കൊടുക്കരുത് അത്. ശരി, എന്തൊക്കെ ആളുകളാ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്കൊന്നും പറയണ്ട അങ്ങോട്ട്. എന്താ ഇയാൾക്ക് ഇപ്പൊ വേണ്ടേ? ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തൊക്കെ വേണമെന്നോ? ഒരു തെങ്ങിന്റെയും ഒരു പ്ലാവിന്റെയും ഒരു ആഞ്ഞിലിന്റെയും 3 ഫോട്ടോ കോപ്പി എടുക്കണം. എടുത്തിട്ട് ഏതെങ്കിലും ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വാ. ഇവിടെ കൃഷി ഓഫീസാണെന്ന് പറഞ്ഞാൽ പിന്നെ തനിക്ക് മനസ്സിലാവൂലേ? എത്ര പ്രാവശ്യം പറയണം ഓരോ കഴുതെടുത്ത്? എന്താ എന്താ സാറേ സാറേ
ഓ ചെറിയ കാര്യം പറയണ്ട് സാറേ. പറയടോ. സാറേ ചിങ്ങാണല്ലോ വരാൻ പോകുന്നത്. എന്താ ചിങ്ങം വരണ്ടേ? ചിങ്ങ എന്തായാലും വരണം സാറേ. ചിങ്ങ ഒന്ന് വരണം. ഇയാൾ വന്ന കാര്യം പറയും. ഓ സാറേ, ഈ ചിങ്ങ 1-ാം തീയതി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ കൃഷിഭവൻ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ, കർഷകശ്രീ. ഉണ്ട്, അത് കൊടുക്കും. സമയമാകുമ്പോ അത് കൊടുക്കും. അത് എന്തായാലും കൊടുക്കണം സാറേ. ആ സാറേ, ഇത്തവണ ഒറ്റ പ്രാവശ്യം അതെനക്ക് തരണം. തനിക്ക് കൃഷിയുണ്ടോ? കൃഷിയുണ്ട് സാറേ. എന്താ കൃഷി? കൃഷി പിന്നെ വെണ്ടക്ക, കൈപ്പക്ക, നരമ്പൻ, പിന്നെ വെള്ളരിക്ക, എന്നൊക്കെ കറിക്ക് കൂട്ടിട്ട് എന്തായാലും കിട്ടും സാറേ. അല്ലടോ, ഇത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കർഷകശ്രീ എടുക്കണ ഈ അവാർഡ്? അതെന്താ വെച്ചാല് നാട്ടിലൊരു നെരിയും പേരെല്ലാം വേണ്ട സാർ. എനക്ക് തനിക്ക് കർഷകശ്രീ അവാർഡ് വേണം? വേണം സാർ. അത് തരാം. ഓ, ഇവിടെ നല്ല ഇടുന്ന അല്ല, പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, പോസ്റ്റ്. അതിന് തൊട്ടടുത്ത് ആദില മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ബാലകൃഷ്ണന്റെ. അതെ, അവിടെ ഈ ട്രോഫിയും പാത്രങ്ങളൊക്കെ വിൽക്കണ കട. അവിടെ ട്രോഫിയൊക്കെ ഉണ്ട്. ആണെന്നാ കൊടുക്ക്. അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി ഒരു കർഷകശ്രീ അവാർഡ് വേണമെന്ന്. അപ്പൊ അവരൊരു നല്ല ട്രോഫി നോക്കി എടുത്തിട്ട് അതിൽ എഴുതി അങ്ങ് തരും. ഇത്രയുള്ളൂ സാറേ. അത്രേ ഉള്ളൂ. ആവശ്യം അതല്ലോ, നൂലാപാലെല്ലാം ഉണ്ട്. ഒന്നുമല്ല, അത്രേ ഉള്ളൂ. ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഓ അതൊന്നും വേണ്ട, വയ്ക്കോ. മറക്കൂല സാറേ. ഓ ഓടോ. ഓ അല്ല സാറേ, അപ്പൊ അവാർഡൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് കിട്ടണല്ലേ? ഓ അല്ല, സാറിന്റെ വീട്ടിലും കുറച്ച് അവാർഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇരുന്ന് പണിയെടുക്കണോ? എന്താണ് നല്ലതാ, റേഞ്ചില്ല ഇവിടെ. പാടാ ചാകാൻ നോക്കിയാണ് പറഞ്ഞിട്ടിരിക്കണ്ടേടാ. എനിക്കൊന്ന് ഞാൻ വിചാരിച്ചാ പറഞ്ഞിട്ട് എനിക്കൊരു വെറുതെ തന്നെയാണ് ചാകാൻ വേണ്ടി. രാവിലെ മുതൽ ഇത് തന്നെയാണല്ലോ. ഇത് നീ വല്ലതും വലിച്ചിട്ടുണ്ടാ? എന്ത് വലിക്കാൻ? പിന്നത്തെ കണ്ണു മൂക്കൂല്ലാതെയാണ് വന്നിരിക്കണം. പണിക്കോ എടുത്തും വീണെന്ന്. എവിടെയാ പണി എനക്ക്? നമ്മുടെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതനില്ലേ? ഓ ശരിയാ, പുള്ളിയുടെ വീട്ടില്. പുള്ളിയുടെ മോളുടെ കല്യാണം നടക്കാൻ പോവല്ലേ? ഏത് പ്രസിഡന്റ് മോളുടെ കല്യാണമായാ? അത് ശരി. അപ്പൊ ഗംഭീരമായിരിക്കുമല്ലോ. പിന്നെ പടക്ക് പരിപാടിയാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേരച്ചേട്ടാ, നമ്മ ഈ കല്യാണത്തിനെ ബിരിയാണിയാണോ നല്ലത് അതാ സദ്യയാണോ? അതിപ്പോ ആളുകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഏത് ഭക്ഷണം എന്ന് വെച്ചാൽ അത് കൊടുക്കണം. ബിരിയാണിയാണ് സ്റ്റൈൽ ഇപ്പൊ. പ്രസിഡന്റ് അവിടെ സദ്യ വേണോ അതോ ബിരിയാണി വേണോന്ന് ചർച്ചയായി. മോന് ബിരിയാണി, പ്രസിഡന്റ് സദ്യ. ഞാൻ ഇന്ന് ബിരിയാണി എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല, അവര് സദ്യയാക്കി. സദ്യണ? എന്റെ അതേ അഭിപ്രായം പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ അങ്ങനെ കഴുത്തില് തുണിയൊക്കെ ഇട്ട് മറ്റേ മുറുക്കണ മറ്റേ പുള്ളി ഉണ്ടല്ലോ സദ്യ വെക്കണ. പുതിയിടം. അതന്നെ പുതിയിടം സത്യശീലിന്റെ സദ്യണ. പുള്ളി അത് ബിരിയാണി ക്യാൻസൽ ആക്കിയിട്ട് സദ്യയിൽ ഉറപ്പിച്ച്. അയ്യോ, ഇയാളെന്ത് മെനകെട്ട ആളാണ്. ആ പ്രസിഡന്റും കൂടി അയാള് പറഞ്ഞ സദ്യയാണ് വിളിച്ചു കൂട്ടി ആളുകൾ മുഴുവൻ കഴിക്കേണ്ടത്. ഇതിപ്പോ എല്ലാരും പറഞ്ഞല്ലേ, ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ എന്താ പൊളിയല്ലേ? എടാ, ബിരിയാണി അല്ലേ നല്ലത്. പുള്ളി പറയാ ബിരിയാണി വെക്കാൻ പാടാണ്, പെട്ടെന്ന് കല്യാണത്തിന്റെ ഇടയിൽ തീർന്നു പോയാൽ എന്ത് ചെയ്യും? എന്ത് പാട്? അയാൾക്ക് അറിയാൻ പാടില്ല. 16 കൂട്ടം കറിയും പായസവും ഇത്ര ഉണ്ടാക്കണ സദ്യയാണ് പാട്, ബിരിയാണിയാണ്. അതിന്റെ തന്നെയല്ല ഈ ഇല ഇട്ടിട്ട് ചപ്പും ചവറും പുല്ലും വൈക്കോലും ഒക്കെ വിളമ്പിയിട്ട് ക്ഷണിക്കപ്പെട്ടവരോട് തിന്നാൻ പറയണതിന് ആടും പശുവും ഒക്കെ തിന്നണ പോലെ. ഞാനെന്ത് പറയാനാ, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവര് തള്ളിക്കള. എടാ, അത് ജാതി വിവേചനമാണ്, വേറെ ഒന്നുമല്ല. പണ്ട് ഈ സുഗതനെയും ശീതളിനെയൊക്കെ ഉണ്ടല്ല ഈ പുതിയിടത്തിന്റെ വീട്ടുമുറ്റത്ത് കേറ്റൂലായിരുന്നു. എന്തിന് മുമ്പിൽ കൂടി വഴി നടക്കാൻ അനുവദിക്കുമായിരുന്നാ? ജാതി വിവേചനമല്ലേ? ഇപ്പൊ പുതിയിടം വെച്ച് വിളമ്പിയാലേ സുഗതം കഴിക്കുള്ളൂ. പണ്ടിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ ബിരിയാണി തിന്നണവനും മീൻ തിന്നണവനും സദ്യ കഴിക്കണവനും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടല്ലേ ഇയാള് പ്രസിഡന്റ് ആയത്. അപ്പൊ ഇയാളുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഇതിലല്ലേ ഞാനും ഒരു അഭിപ്രായം പറഞ്ഞ, എന്നിട്ട് അവര് പാടെ തള്ളിക്കളഞ്ഞതിനാ. അതിന് പണി കൊടുക്കണോ? അത് പുള്ളി ഇപ്പൊ ഇലക്ഷന്റെ പരിപാടിക്ക് ഇപ്പം മീൻകറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ ഇതിന് കല്യാണത്തിന് ഇപ്പൊ എല്ലാ കല്യാണത്തിനും ബീഫിന് എന്താ കുഴപ്പം? ബീഫ് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ നീ ഒരു കല്യാണ ആവശ്യത്തിന് ചെന്ന് അവിടെ കുറെ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, സദ്യ ഉണ്ട്, നീ ഏത് തിന്നും? ബീഫല്ലേ കഴിക്കുള്ളൂ. ബീഫ് എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച ഒരു ഭക്ഷണമാണ്. എന്തെങ്കിലും കുഴപ്പം അതിനുണ്ടാ? പിന്നെ അത് കൊടുത്തെന്നോർത്ത് എന്താ ഇയാളുടെ മോൾക്ക് എന്ത് പറ്റും? കല്യാണം മുടങ്ങും. ഇതിനൊരു പണിയുണ്ട്, നീ ഒരു പണി ചെയ്തേ. എന്താ? ഇത് നമ്മൾ പ്രതികരിക്കണം, ഇതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. നീ വീഡിയോ ഒന്ന് എടുത്തേ, ഞാൻ പറഞ്ഞ വീഡിയോ ഒന്ന് എടുത്തേ. നീ അത് എടുക്ക്. ഇത് അനുവദിക്കാൻ പറ്റില്ല, നമ്മൾ ഈ പീഡിയറാത്തിരിക്കുമ്പേ. പറഞ്ഞോളൂ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.
നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതന്റെ മകളുടെ കല്യാണം നടക്കുകയാണല്ലോ. ഈ വിവാഹത്തിന് പഞ്ചായത്തിലെ മുഴുവൻ നാനാജാതി മതസ്ഥരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ച് എത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റും നിലപാടിന്റെ ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ വീട്ടിൽ നടക്കുന്ന മകളുടെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ, ജാതി വിഭാഗീയതയ്ക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട്? അത് പൊളിച്ച് നോക്കട്ടെ. എന്താ സംഭവം? ഇത് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാലേ കാര്യങ്ങൾ തീരുമാനമായിക്കോളും. ആളുകൾ ഇതുമ്മ തൂങ്ങിക്കോളും. ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ? ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ പീഡിയത്തിനേൽ ഇരുന്നിട്ട് ഇതുപോലത്തെ നമ്പർ കാണിച്ചാലേ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയുള്ളൂ. അല്ലെ പ്രസിഡന്റിന്റെ കല്യാണം മാത്രം ജനം അറിയും, നമ്മൾ അറിയില്ല. ബിരിയാണിക്കെതിരെ പ്രതികരിക്കാൻ ആള് വേണം. അങ്ങാട് പറക്കട്ടെ, അങ്ങാട് വിട്ടിട്ടുണ്ട് ആണല്ലേ? ആ, ഇതുമ്മ തൂങ്ങിക്കോളും. ഞാൻ ഒരു പതുക്കെടുത്താൻ കൊടുത്താൽ മതി. അങ്ങോട്ട് കൊടുക്കാൻ എടുത്തു കൊടുക്കാൻ. അളിയന്റെ പെങ്ങളാ, ചെറിയ പെങ്ങള്. എന്റെ പെങ്ങളെ, ഇളയ പെങ്ങളെ മോളെ, അതാണ് ചെക്കൻ. അപ്പോ അളിയാ ചായ എടുക്കണില്ലേ? വേണ്ടേ? ഞങ്ങൾക്ക് ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു മോനെ. ഞങ്ങൾക്കും ഒറ്റ മോനേ ഉള്ളൂ. എന്റെ മൂത്ത പെങ്ങളുടെ കുട്ടിയാണേ. പ്രസവിച്ച സമയത്ത് 90 വിളക്ക് കുട്ടിക്ക് 90 ആയപ്പോ മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം കുട്ടിക്കോ? അല്ല, കുട്ടിക്കല്ല, പെങ്ങൾക്ക്. മഞ്ഞപ്പിത്തം അങ്ങോട്ട് കൂടിയിട്ട് ചികിത്സിച്ചിട്ടൊന്നും മാറിയില്ല. അത് പിന്നെ അവസാനം അങ്ങോട്ട് പോയി, ആള് പോയി. അപ്പൊ തുടക്കത്തിലേ അറിഞ്ഞില്ലേ? തുടക്കത്തിൽ അറിയിച്ചു പിന്നെ അത് ചികിത്സിക്കാണ്ടിരിക്കോ? ഇല്ല. പിന്നെന്താ വെച്ചാ കുട്ടി ഒറ്റയ്ക്കുണ്ടായുള്ളൂ. അളിയ ഒന്നും നോക്കില്ല, അളിയ അങ്ങനെ ഒരു അളിയനാ, പേരിന്റെ ഒരു അളിയ, അത്രേ ഉള്ളൂ. അപ്പൊ കുട്ടിയെ ഞാൻ എന്ത് ചെയ്തു വെച്ചാ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്റെ ഭാര്യ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളാണ് സത്യത്തിൽ ഇവളൊക്കെ നോക്കി പരുവത്തിലാക്കിയത്. പിന്നെ അളിയനുണ്ട്, അളിയപ്പോഴും വരും. അല്ല മോള് എന്താ പറയണ്ടേ? അമ്മ എന്താ ചെയ്യണേ? 10ാം ക്ലാസ് തോറ്റു, പിന്നെ എങ്ങനെ പോയില്ല, വീട്ടിൽ തന്നെ. പിന്നെ എന്താ ജോലി എന്താന്നാ പറഞ്ഞത്? KCB-ല് ഓഫീസറാണ്. അതെ അതെ അതെ. മോക്ക് ഇനിയിപ്പൊ ജോലിയൊക്കെ നോക്കണം. ഇതൊക്കെ എന്താ ആണുങ്ങൾ ഇരിക്കണേന്റെ അല്ലേ നാവിട്ടാറിന്? അവൻ ചോദിക്കണ്ടല്ലേ ഇപ്പൊ അതൊക്കെ? എന്താ അല്ല, അത് ജോലിയൊന്നും ചെയ്തിട്ടൊന്നും വേണ്ടപ്പതേ. നമ്മുടെ വീട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യമില്ല. പെൺകുട്ടികളെ ജോലിക്ക് വിട്ടിട്ടൊന്നും കഴിയേണ്ട ആവശ്യം അവിടെ ഇല്ല. അല്ല, ജോലി ഇല്ലെങ്കിലും പഠിക്കാല്ലോ മോക്ക്, അല്ലേ? എനിക്ക് PG പഠിക്കണമെന്നൊക്കെ ഉണ്ട്. അതെ, രണ്ടാക്കൂടി ഒന്നിച്ച് പോവാ. അവൾക്ക് ഇങ്ങനെ കുറെ ആൾക്കാരുടെ ഇടയിൽ ഇരുന്നിട്ട് ഒന്നാളാവണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ വിളിച്ച് പറയാ. അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടല്ല. കുട്ടി എന്താ വെച്ചാല് ഇവള് അസലായിട്ട് പഠിക്കും. ഇവൾക്ക് മറ്റേ ബിടെക്കിന് റാങ്ക് ഉണ്ട്, 2nd റാങ്കാ. അപ്പൊ നല്ലൊരു ജോലി ഉള്ള ഒരാൾ വന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് നിൽക്കണേ. അല്ലാതെ പഠിച്ചിട്ട് ജോലി വേണം, ജോലി ചെയ്യാൻ ശരിയാവില്ലല്ലോ. അല്ല, ജോലിക്ക് പോണേണ്ട് കുഴപ്പമില്ല, നമുക്കതിന് സന്തോഷമല്ലേ ഉള്ളൂ. എന്തായാലും മോളെ ഞങ്ങൾക്ക് ഇഷ്ടായി. എത്രയും പെട്ടെന്ന് നടത്താം, അല്ലേടാ? ഇത് നീ അങ്ങോട്ട് തീരുമാനിക്കില്ല. എന്നാ പിന്നെ എന്തിനാ കാരണന്മാരിക്കണേ? കുട്ട അമ്മാവനുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്. ഒരു വീട്ടിലെ കാരണന്മാരാരാച്ചാ അവരല്ലേ തീരുമാനിക്കുക, ആണുങ്ങളല്ലേ തീരുമാനിക്കുക. വെറുതെ ചലക്കാ പെണ്ണുങ്ങള്.
അതിപ്പോ എന്താ വേണ്ടിച്ചാ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അപ്പൊ എന്നാ എങ്ങനെയാച്ചാ ഇഷ്ടപ്പെട്ടു നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ അതെ അച്ഛൻ പറയണ പോലെ എന്താ മോളെ അഭിപ്രായം പറഞ്ഞോട്ടോ, തുറന്നു പറഞ്ഞ പറയാം. ഈ രണ്ടുപേർക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഇല്ല അതിന്റെ കാര്യമില്ല. മാമ മാമ അതെ, നേരിട്ട് നമ്മളോട് പറയാൻ ഒരു നാണം ഉണ്ടാവും. എല്ലാ കുട്ടിക്കും മാമനാണേ, മാമനോട് പറയാൻ പോയി. അത് അങ്ങനെയാണ്. അതെ, അല്ലാതെ ആണുങ്ങളുടെ ഇടയിൽ ഞെളിഞ്ഞു നിന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കലല്ല. പിന്നെ അതിന്റെ ഒരു ഒതുക്കവും ഇതൊക്കെ വേണം. അപ്പൊ ആ കുട്ടി എന്തിനാ വിളിച്ചോണ്ടിട്ട് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാറുന്നില്ലേ? എന്താ പറയാത്തത്? അതിനുള്ളൊരു അച്ചടക്കവും അതിൻ്റെ ഉള്ളൊരു അന്തസ്സും അഭിമാനമൊക്കെ ആ കുട്ടിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. അതുണ്ടാവണം. 10ാം ക്ലാസ് ഒറ്റാ കിട്ടില്ല. കല്യാണം വേഗം നടത്താന്നല്ലേ പറഞ്ഞുള്ളൂ. ഇത് ശരിയാവൂല മാമ, ഇത് ശരിയാവൂല. വേണ്ടേ? അത് ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ശരിയാവൂല. എന്താ കാര്യം? എന്താ മാമന് കണ്ടതല്ലേ അവിടെ ആ അമ്മ എത്ര പ്രാവശ്യം സംസാരിക്കാൻ വേണ്ടി നോക്കണേ. അവരവരുടെ അഭിപ്രായം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതുപോലും പറയാൻ സമ്മതിക്കണില്ല. അവരൊന്ന് ഇടപെടാൻ പോലും, ഒരു കാര്യത്തിൽ പോലും ഇടപെടാൻ സമ്മതിക്കണില്ല, ഒന്ന് മിണ്ടാൻ സമ്മതിക്കണില്ല. അത് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ഇനിയിപ്പോ അവിടെ ചെന്നാലും എന്റെ അവസ്ഥ തന്നെ ആയിരിക്കും. ആ അമ്മേനെ ഇവിടെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കണില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയാൻ സമ്മതിക്കൂല, ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല, ഒന്നും പറയാൻ സമ്മതിക്കൂല. അത് നിനക്കത് മനസ്സിലായില്ലേ? മാമയ്ക്കത് നേരത്തെ മനസ്സിലായി. ഞാനത് എങ്ങനെ പറയാന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ പറഞ്ഞുകൂടാ. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട, നമുക്ക് പറ്റണത് വരും, അപ്പൊ നമുക്ക് എടുത്താൽ മതി ട്ടാ. ഇതിപ്പോ മുടക്കി തരാം, ഇപ്പൊ മുടക്കി തരാം. കണ്ടോ? ആ പുസ്തകമൊക്കെ ഒന്ന് എടുക്കുക. 132 പേജ്, 132ാമത്തെ പേജ് എടുക്കുക. എന്താ പാഠത്തിന്റെ പേര്? ദി ലാസ്റ്റ് ലീഫ്. എന്താണ്? ദി ലാസ്റ്റ് ലീഫ്. ഈ പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുക. ടു ഗ്രീൻവിച്ച് വില്ലേജ് many people came who were interested in art. മൂളടാ. They liked the bohemian life of the village and they enjoyed living among so many artists. The buildings and apartments were often very old and dirty, but this only added to the interested of the place. മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായോ? എനിക്ക് മനസ്സിലാവണില്ലേ? എന്താ നിനക്ക് മനസ്സിലാവാത്തത്? ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പുസ്തകത്തിൽ നോക്കിയിരിക്കടാ. അവിടെ ഇരിക്ക്. At the top of an old 3-story brick house, Siu and Joanna had their studio. ഇതെന്താ എന്റെ മുഖത്ത്? കണ്ണും തുറച്ച് എന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, പുസ്തകത്തിലേക്ക് നോക്കാൻ. ചിരിക്കടാ, പുസ്തകത്തിലേക്ക് നോക്കടാ, പുസ്തകത്തിലേക്ക് നോക്ക്. കഴുതകള്. ജോൺസി വാസ് ദ ഫെമിലിയർ നെയിം ഓഫ് ജോഅന്ന. മനസ്സിലായോ? മനസ്സിലായടാ? One of them was from the state of Maine and other from California. Moolada. They had met the restaurant of an 8th Street hotel. Both were artists who had recently come to New York to make their living. Okay. Moolada. That was in May. In November, a cold, unseen stranger that was in May.
In November, in November, a cold, unseen stranger whom the doctors called pneumonia stalked about the city. സാർ ഈ സ്റ്റോക്ഡ് എന്ന് വെച്ചാ എന്താ? എന്താ സ്റ്റോക്ഡിന്റെ മീനിങ്? ബാക്കിയെല്ലാം നിനക്ക് മനസ്സിലായോ? ബാക്കിയെല്ലാം നിനക്ക് മനസ്സിലായോ? ഏകദേശം. ഏകദേശം. ആ എന്നാ ഇതിന്റെ അർത്ഥം വീട്ടിൽ പോയിട്ട് ഡിക്ഷണറിയിൽ നോക്കുക കേട്ടാ, എന്നിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ നാളെ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കും, അപ്പൊ നീ അതിന് ഉത്തരം എനിക്ക് പറഞ്ഞു തരണം കേട്ടാ. അല്ല, എനിക്ക് അർത്ഥം വേണ്ട. എന്തേ അർത്ഥം വേണ്ട? അതെ ഇരിക്കടാ, പോയിട്ട് വീട്ടിൽ പോയിട്ട് നോക്കി പഠിക്കും. ചോദിക്കാന്ന് ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞവൻ. ഞാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്നാ ആ പഠിക്കുന്ന കുട്ടികളും അങ്ങനെയാ. എവിടെ നമ്മൾ തുറക്കി വെച്ച് ഏതാ പറഞ്ഞേ? ആ ദാറ്റ് വാസ് ഇൻ മെയ്. ഇൻ നവംബർ എ കോൾഡ് അൺസീൻ സ്ട്രേഞ്ചർ. ഹൈ ഹലോ, അതൊരു കാര്യം ചെയ്യാം, ഞാൻ വരുമ്പോ വാങ്ങിക്കാം. ആ ആ ഇവിടെ ക്ലാസ്സിലാണെന്ന്. ആ ശരി ശരി, ഓക്കെ ഓക്കെ, വെച്ചോ. ആ അൺസീൻ സ്ട്രേഞ്ചർ whom the doctors called. മനസ്സിലാവില്ല. എന്താ അവിടെ ഒരു ശബ്ദം? ആരാതെ? അവിടെ എഴുന്നേറ്റ് നിങ്ങക്ക്. ആ എന്താ നിനക്ക് പ്രശ്നം? മനസ്സിലാകണില്ലെന്ന് പറഞ്ഞതാ. ഒട്ടും മനസ്സിലാവണില്ലേ? ഇല്ല. എന്നാ അവിടെ നിന്നോ. ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഇവിടെ? ആ To Greenwich village, many people came who were interested in art. They liked the bohemian life of the village and they enjoyed living among so many artists. ഇത് മനസ്സിലാവില്ല പറഞ്ഞവൻ എന്ത് ചെയ്യും? The buildings and apartments were often very old and dirty. ഇനി മതി ഈ പാലും മുട്ട കഴിച്ചിട്ട് 50 ആക്കിട്ട് കൊടുത്താൽ മതി. പോട്ടെ, 44. ഇല്ല, അടിക്ക് 45, 45. ആ പോരട്ടാ, 4 കൂടി ഉള്ളൂ. ഇങ്ങനെ ആയ എങ്ങനെ? 46. അവന് ക്ഷീണമായിരിക്കുന്ന പാല് കുടിക്കട്ടെ. ആ എന്നാ പിന്നെ വെക്ക്. ഇത് പാല് കുടിക്കാം. ഇത് പോലീസിലാവുള്ളതാണ്, കളിയല്ല. എനിക്കോ? ആ ഇനി 3 കൂടി വരണം. 47. പോരട്ടെ, 2 കൂടി. 48. അവന് വയ്യ. അങ്ങനെ പറയരുതേ. ആ പോട്ടെ 2 കൂടി ഉള്ളു. ആ മതി, ഇനി കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ഇരിക്കും. 49. പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണി. എന്റെ കൊച്ച് 50. ഈ മനസ്സ് വേണം. ഇത് അന്നും വേണ്ടായിരുന്നു. ഞാൻ ലോറിയിൽ മണലും കൊണ്ട് പോകുമ്പോ എന്റെ കൂടെ വന്നെങ്കിൽ മണലൊക്കെ അതൊന്ന് ഉത്സാഹിച്ചതാണ്. നല്ല മസിൽ കയറി തന്നെ. ഭയങ്കര മനസ്സിലാ വേണ്ടല്ലോ മസിലും. പോലീസുകാരനോട് ഈ പറയണേ. മോനെ ശ്രമിച്ചോ. പാല് കുടിക്കാം. അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാലേ അതൊക്കെ ശരീരത്തിൽ കയറി ഒന്ന് വിയർപ്പൊക്കെ അടങ്ങിയിട്ട് അത് കുടിക്കാൻ പാടുള്ളൂ. എന്നാ ഈ മുട്ട എടുക്കുമായിരുന്നു. ഇടി പാല് കുടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ മുട്ട കഴിക്കാവൂ. അതിനൊക്കെ ഒരു സമയമുണ്ട്. ചുമ്മാ ഒന്ന് അടങ്ങട്ടെ. കൊള്ളാട്ടാ മോനെ. നീ പോലീസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാലേ അച്ഛൻ്റെ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം. ആദ്യത്തെ ശമ്പളം മേടിക്കലാണെങ്കിൽ മോനെ അത് അമ്മയുടെ കയ്യിൽ തരണം. അയ്യോ, ശമ്പളം നീ മുഴുവനും മേടിച്ചോടി. ഇതൊന്നുമല്ല. എടാ മറ്റേ റിട്ടയർഡ് ആയിട്ടുള്ള മറ്റേ കോൺസ്റ്റബിൾ രാധാകൃഷ്ണല്ലേ, നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറം താമസിക്കണേ? രാധാകൃഷ്ണൻ സാറ്. സാറ് അവൻ റിട്ടയർഡ് ആയില്ലേ? അവനെ
നീ എന്തേലും ഒരു കേസ് പെടുത്തി സ്റ്റേഷനിൽ കേട്ടിട്ട് 4 പൂശം കൊണ്ട് അവനെ പൂശണം. അതെന്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതൊന്ന് സാധിച്ചു തരണം. ബെസ്റ്റ് അച്ഛൻ. എന്റെ പൊന്നു മോനെ, ജോലിക്ക് കയറുന്നതിന് മുമ്പേ നിന്റെ ജോലി കളയാനുള്ള കാര്യമാണ് പറയണേ. അച്ഛൻ ഇത് പഴയ പോലീസൊന്നുമല്ല. ആരെയും പിടിച്ചങ്ങനെ ആവശ്യമില്ലാതെ ഇടിക്കാൻ പറ്റില്ല, പണി പോവും. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെടാ. കാര്യം കഴിയുമ്പോൾ തന്ത കരിയപ്പോലെ. ഞാൻ വളയം പിടിച്ച് കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ച് പോലീസാക്കി ഇത്രയൊക്കെ ആയി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരട്ടെ. വേണ്ട മോനെ, അച്ഛൻ പറഞ്ഞല്ലേ അയാളുടെ കയ്യോ കാലോ എന്താച്ചാ ഒടിച്ചു കൊടുക്ക്. അന്ന് അയാളെ പിടിച്ചിട്ട് ഞാൻ 4 കൊടുക്കാച്ച. വേണ്ട വേണ്ട വേണ്ട. അച്ഛന്റെ ആഗ്രഹമല്ലേ കൊടുക്കാം. അല്ല, 4 കൊടുക്കണ്ട, 2 കൊടുത്താൽ മതി. പിന്നെ അവന്റെ നടുവിനിട്ടൊരു ചവിട്ടുകൂടെ കൊടുക്കണം. അന്ന് മണലോറിയിൽ എന്നെ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു ചവിട്ടുകൂടെ ചവിട്ടിയത് ഇപ്പോഴും എനിക്ക് കക്കൂസിൽ നേരെ ഇരിക്കാൻ പറ്റില്ല. ഞാനൊന്ന് കേറി വെക്കട്ടെ, നടു ഞാൻ ഒടിക്കുന്നു. നോക്കി വണ്ടി ഓടിക്കുന്നു. നിങ്ങൾ എവിടെ കൂടെ പറഞ്ഞത്? വരുന്നുണ്ടല്ലോ അയൽവാസി, ദരിദ്രവാസി. ബാബാ, നിങ്ങളുടെ കുട്ടനല്ലേ? എന്താ കാര്യമായിട്ട് എല്ലാരും ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ കണ്ട് ഇവന്റെ ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കായിരുന്നു. അതെല്ലാം പോട്ട് നമുക്ക് ലൂഡോ കളിക്കാതെ പ്യാരി കളിക്കാനൊന്നുമില്ല. അവനിനി പഴയ പോലെ കളിച്ചു നടക്കാൻ പറ്റില്ല. അവന് ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി കയറിയിടോ. ജോലി പോലീസില് എടുത്തവനെ. ഇത് കൊറേ കാലായാലും നിങ്ങൾ പറയുന്നത്. ഓർഡർ കിട്ടിയ രാഘവേട്ട എല്ലാം കിട്ടിയ. ഇനി അവന് ശമ്പളം കൂടെ കിട്ടിയാ മതി. ടെസ്റ്റും പാസ്സായി, റാങ്ക് ലിസ്റ്റിലും വന്ന്, ഫിസിക്കലും കിട്ടി. എല്ലാം കിട്ടിയ. എന്നാലും എനിക്ക് ജോലി കിട്ടുമെന്ന് തോന്നുന്നു. രാഘവേട്ട, വീട്ടുകാരൊന്നും ഊളത്തനം പറയല്ലേ. അതന്നെ അസൂയുണ്ടെന്ന് പറഞ്ഞ എന്തും പറയാന്നാ. അസൂയൊന്നുമല്ല, ഞാനൊരു പൊതു നിയമം പറഞ്ഞാന്ന്. ഈ ബിഗ് വെച്ചവര്, ഈ കോങ്കണ്ണില്ലവര്, ഈ ഉന്തിയ പല്ലില്ലവര്, ഇവരെയൊന്നും പോലീസിലോ എക്സൈസിലോ ഫോറസ്റ്റിലോ എടുക്കൂല. അയ്യോ, എന്ന് ആര് പറഞ്ഞു? അതിനല്ല, ഈ പല്ല് വെച്ചാണ് കള്ളന്മാരെ പിടിക്കണത്. പല്ല് വെച്ചാ ഇടിക്കണേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അട്ടപ്പാടിയുടെ ഒരു പയ്യൻ ഫോറസ്റ്റിൽ സെലക്ഷന് വേണ്ടി പോയി. ഓന് സെലക്ഷൻ കിട്ടിയില്ല, ഉന്തിയ പല്ലിലുണ്ട്. അത് എവിടെയോ അട്ടപ്പാടിയിൽ ഏതോ ഒരു പയ്യൻ ഫോറസ്റ്റില്. എന്റെ മോൻ പോലീസിലാ. ഇത് പോലീസാ. പോലീസായാലും ഇത് ആ നിയമം 3 വകുപ്പിന് ബാധകാന്ന്. ഭ്രാന്തല്ല, അനുഭവമാണ്. ഇവിടെ അസൂയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പാടില്ല. വേറൊക്കെ ഒരു അസൂയയില്ല. എനിക്ക് എന്തൊരു അസൂയ? നമുക്ക് ലൂഡോ കളിക്കാൻ. ഒന്നും കളിക്കണില്ല, ഇയാള് പോയേ. ലൂഡോ കളിക്കാൻ പോകും. നിങ്ങളെ മോനെ പോലീസ് കിട്ടിയ എനക്കെന്തില്ലെന്ന്. അതെ, എന്റെ ചെക്ക പോലീസ് വേഷത്തിൽ അങ്ങോട്ട് വീട്ടിൽ വന്ന് കാണും. ആയിക്കോട്ടെ. പോലീസിൽ ഒന്ന് കാണണം. മാത്രല്ല, ഇയാൾ അകത്ത് ഇടിച്ചിട്ട് 2 ഇടി ഇടിക്കുന്നു. നിന്റെ പോലീസിന്റെ ഇടി ഞാൻ ഒന്ന് കൊണ്ടിട്ട് വരാം. മനുഷ്യന്മാരുണ്ടോ എന്റെ ദൈവമേ. ഓഹോ, അച്ഛാ അയാൾക്ക് ഭ്രാന്താണ്. നമുക്ക് വിവരമുള്ള ആരോടെങ്കിലും ചോദിക്കാം. അയാള് ഒന്നും കാണാതെ അങ്ങനെ പറയില്ല. ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാടാ? ഇല്ലെന്നേ. അങ്ങനെയാണ് ഫിസിക്കലിന്റെ നേരത്ത് പറയണ്ടേ. ഇയാളെ മനുഷ്യനെ സ്വസ്ഥത കളയാനായിട്ടാണ് വന്നേക്കണത്. എന്റെ പല്ലെന്ന് ഡേ ഊന്നിട്ടുണ്ടോ? എവിടുന്ന്? ചുമ്മാ അയാള് വെറുതെ എന്തൊക്കെയാ പറയാ. പാലെടുത്തോ? മുട്ട കൂടെ കൊടുക്കും. പിടിക്കും, മുറുക്ക് പിടിക്കും. മുട്ടയും കഴിച്ചു. പിന്നെ എന്തായാലും നമുക്ക് ആരുടെങ്കിലും ഒന്ന് ചോദിക്കാം അല്ലേ? ചോദിക്കാം. സത്യശീലൻ സാറ്? അതെ അതെ സാറേ, നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് മന്മഥൻ. ഇതെന്റെ മകനാ പ്യാരിജാതൻ. ഞാൻ ഇവിടുത്തെ ലോറി സ്റ്റാൻഡിലെ ലോറി ഡ്രൈവറാണ്. ശരി. ഇവന്റെ ഒരു ജോലിയുടെ ഒരു കാര്യത്തിന്റെ ഒരു സംശയം സാറിനോട് ചോദിച്ചാൽ കൃത്യം മറുപടി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒന്ന് സാറിനെ കാണാൻ വന്നതാ. അയ്യോ, ജോലിക്കാര്യത്തില് ഞാൻ എന്ത് മറുപടി പറയാനാണ്? പറയടാ. അല്ല, സാറൊരു ജേർണലിസ്റ്റ് ആണല്ലോ, അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുമല്ലോ. എന്താ കാര്യം എന്താണ്? ഞാൻ PSCയുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്, കോൺസ്റ്റബിളിന്റെ. അപ്പൊ ഫിസിക്കലും കഴിഞ്ഞതാണ്. അപ്പൊ വീടിന്റെ അടുത്തുള്ള ഒരാള് പറഞ്ഞു പല്ലുന്തിരുന്നാൽ ഈ സർവീസിൽ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിയാണോ ഇല്ലെന്നൊന്നും അറിയാൻ വേണ്ടിട്ട്. ഈ ഫോഴ്സിലാണെങ്കിൽ അത് പ്രശ്നമാണ്. ഫോഴ്സിലാണ് പ്രശ്നം, അപ്പൊ പോലീസിന്റെ പ്രശ്നമല്ലേ? അല്ലേ? അങ്ങനെയല്ല, അതിലിപ്പോ എല്ലാം പെടും.
നിങ്ങൾ കുറച്ച് മുമ്പ് പത്രത്തിൽ വായിച്ചോന്ന് എനിക്കറിയില്ല. അട്ടപ്പാടിയിലുള്ള ഉണ്ണി എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് ഈ ഫോറസ്റ്റിൽ ജോലി കിട്ടി. ഈ പല്ലുന്തിയന്റെ പേരിൽ പുള്ളിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു സംഗതി വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ പത്രത്തില്. അപ്പൊ രാഘവേട്ടൻ പറഞ്ഞത് ശരിയല്ലേ? ചിലപ്പോ പുള്ളിയുടെ ഇങ്ങനെ കാണാൻ പറ്റും, ബോറായിട്ട് പുറത്തോട്ട് നിൽപ്പുണ്ടാവും അല്ലേ? അങ്ങനെയാവാം. അല്ല പിന്നെ ഈ പല്ലങ്ങ് ശരിയാക്കാത്ത എന്തെന്നാ? എന്റെ സാറേ, ഇവനെ കുഞ്ഞിലെ ഞാൻ പല്ല് കാണിക്കാൻ പല്ല് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതാ. അപ്പൊ അന്ന് 25,000 രൂപ വേണോന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എന്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറെ കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു. അവനിപ്പോ ഈ ജോലി കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല. എന്നാ പിന്നെ ഇപ്പൊ ശരിയാക്കണം. അതല്ല സാറേ, 1 മാസമല്ലേ ഇനിയുള്ളൂ. അപ്പൊ അതിനുമ്പ് പല്ല് ശരിയാക്കാൻ പറ്റുമോ? നമ്മളെന്തായാലും ആദ്യം നിങ്ങൾ ദന്തിസ്റ്റിനെ പോയിട്ടൊന്ന് കാണ്, എന്നിട്ട് അങ്ങനെ എന്താ പറയുന്നത് നോക്ക്. ചിലപ്പോ ശരിയാക്കാൻ പറ്റുമായിരിക്കും. അല്ല സാറേ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിന്റെ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ചോദിക്കാണ്, എന്റെ ഈ പ്രശ്നത്തിന് സാറ് വിചാരിച്ച എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റും? ഞാൻ വിചാരിച്ച എന്ത് പരിഹാരം കാണാൻ പറ്റും? ദന്തിസ്റ്റിനെ കാണാം. സർക്കാർ ജോലിയുടെ കാര്യല്ലേ, ഇപ്പൊ ഇതിന്റെ പേരിൽ അത് പോകണ്ട. പെട്ടെന്ന് അറിയൂലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെ അറിയില്ല. എന്നാലും മറിമായം